പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ ഈ ആഴ്ച നമ്മൾ ചന്തയിലെത്തിയിരിക്കുകയാണ്. രാത്രി 1:30 മണിക്ക് തന്നെ ചന്തയിലെത്തിയിരിക്കുകയാണ്. ഈ ആഴ്ച പോത്തുംകുട്ടികളുണ്ട്, ഇഷ്ടംപോലെ പോത്തുംകുട്ടികളുണ്ട്. നേരത്തെ കുട്ടിയെ കുറേയൊക്കെ കച്ചവടമായപ്പോഴെന്നാണ് പറഞ്ഞത്. 10,000-നടുത്ത് പോത്തുംകുട്ടികൾ വന്നതാണ്. രാത്രി 10 മണി മുതൽ പോത്തുംകുട്ടികളുടെ കച്ചവടം തുടങ്ങിയെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ആഴ്ചയും കുറച്ച് നല്ല കുട്ടികൾ വന്നിട്ടുണ്ട്. മേനി വില 27,000 ചോദിക്കുന്ന കുട്ടികളാണ്. അതിൽ ചെറുത് 20 ചോദിക്കുന്ന കുട്ടികളും തായ്പാത്തുണ്ട്. പിന്നെ കുട്ടികൾ കട്ടമാനമുണ്ട്. നല്ല കൊമ്പൻ നിലയൊക്കെ വൃത്തിയുള്ള പോത്തും കുട്ടികളുമുണ്ട്. എന്നാലും ചന്തയിലൊന്ന് കറങ്ങി നോക്കാം. ഒരു 10 കുട്ടിക്ക് വില പറഞ്ഞ് ഇരിക്കുകയാണ്. ഒരു 10 കുട്ടിയുടെ വില ചോദിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ 2 മണി മുതലാണ് ഇവിടെ ചന്ത. പോത്തും കുട്ടികളുടെ കച്ചവടം നേരത്തെ തുടങ്ങും. ഒരു 10 മണി കഴിയുമ്പോഴേ, തിങ്കളാഴ്ച രാത്രി 10 മണി കഴിയുമ്പോഴേ പോത്തുംകുട്ടികളുടെ കച്ചവടം തുടങ്ങും. മറ്റുള്ള കന്നുകാലികളെല്ലാം രാത്രി ഒരു 2 മണിയോടുകൂടി എല്ലാം ചന്തയിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. അവിടുന്ന് വണ്ടികളൊക്കെ വരുന്നുണ്ട്, ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പോത്തുംകുട്ടി ഇതിപ്പോൾ ഉണ്ട്. അതിന് 33 രൂപയാണ് അവർ ചോദിക്കുന്നത്. 33,000 രൂപ അവർ ചോദിക്കുന്നുണ്ട്. വളർത്തുകാർക്കും ചെറിയ വിശേഷാൽ പാർട്ടിക്കും പറ്റിയ ഒരു പോത്തുംകുട്ടിയാണ്. 33 രൂപ അവർ ചോദിക്കുന്നുള്ളൂ. നമ്മൾ 22-25 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. വേറൊരാളതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു കുട്ടി തന്നെയാണ്. ഒരു ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 20 കുട്ടികൾ ഒറ്റ ലൈനിൽ നിൽപ്പുണ്ട്. അത് 20 കുട്ടികൾക്കും വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ സുഹൃത്തുക്കളുണ്ട് പോത്തും കുട്ടികളെ എടുക്കാൻ. ഒരു സുഹൃത്തിന് നമ്മളൊരു 10 കുട്ടിയെ എടുത്തിട്ടുണ്ട്. ആലുവയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു 10 കുട്ടിയെ എടുത്തിട്ടുണ്ട്. വേറെ കുട്ടികൾ സിംഗിൾ കുട്ടികളൊക്കെ വരുന്നുണ്ട്, നാടൻ കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഇത് അവരിങ്ങനെ വില പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ മേനി വില 18,000 രൂപ വെച്ചാണ് ചോദിച്ചത്. 20 കുട്ടികൾ ഓരോന്നിനും 18 മേനി വെച്ചാണ് ചോദിച്ചത്. കുട്ടികൾ കണ്ടമാനം വരുന്നുണ്ട് ചന്തയിൽ ഈ ആഴ്ച. 2 ആഴ്ച കുട്ടികളില്ലായിരുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ നല്ലൊരു പോത്തുംകുട്ടി നിൽപ്പുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് കിടന്നിലുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു പോത്തുംകുട്ടിയാണ് നിൽക്കുന്നത്. 34 രൂപയാണ് അതിന് ചോദിക്കുന്നത്. 34 രൂപ ചോദിക്കുന്നുണ്ട്. നമ്മൾ 22 രൂപ തുടങ്ങി 24 രൂപ വരെ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് 30 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. 30,000 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. നമ്മൾ 24,000 രൂപ വരെ അതിന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിനൊന്നും കച്ചവടം നടക്കുന്ന ചാൻസ് ഇല്ല. 24,000 രൂപ വരെ അതിനെ പറഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു കുട്ടി തന്നെയാണ്. വളർത്തുകാർക്ക് കുഴപ്പമില്ല, ഒരു 10,000-2,000 രൂപ കൊടുത്ത് എടുത്താലും വിഷയമില്ല. പക്ഷെ കച്ചവടക്കാർക്ക് മുതലാവില്ല. 10,500 രൂപ വണ്ടി വാടകയാവും. എല്ലാം കൂടെ നോക്കുമ്പോൾ റേറ്റ് അധികമാവും. എന്തായാലും 24 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു പോത്തുംകുട്ടിക്ക്. അവർ 30 രൂപ കുറച്ചില്ലെന്നാണ് പറയുന്നത്. 30,000 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. വേറെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ അതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് നേരം വെളുത്തിട്ട് വീഡിയോ എടുക്കാം. അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ്. പോത്തുംകുട്ടികൾ എല്ലാം കച്ചവടമായി പോയിട്ടുണ്ട്. ഇനി കുറച്ച് കർണാടക കുട്ടികൾ, ചെറിയ കർണാടക കുട്ടികളൊക്കെ ഇവിടെ കച്ചവടത്തിനായിട്ട് നിൽപ്പുണ്ട്. എരുമക്കുട്ടികളും വന്നിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള എരുമക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ. എരുമക്കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. കർണാടക കുട്ടികളാണ് കൂടുതലും ഇനി നിൽക്കുന്ന വിൽപ്പനയ്ക്കായിട്ട്. നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളെല്ലാം രാത്രി തന്നെ കച്ചവടമായിപ്പോയി. അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുട്ടികൾ തന്നെയായിരുന്നു ഇന്ന് വന്നതെല്ലാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് കുട്ടികൾ വേണമെന്ന് പറഞ്ഞ് വീഡിയോ അയച്ചു കൊടുത്തിട്ട് കോൾ ചെയ്തിട്ട് ആരും ഫോൺ എടുത്തില്ല. എല്ലാവരും ഉറക്കത്തിലായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം നേരം വെളുത്തപ്പാണ് എല്ലാവരും വിളിക്കുന്നത്. ഇവിടെ 2 മണിക്ക് ഇവിടെ എല്ലാം സെറ്റായി കച്ചവടം തുടങ്ങിയ 3 മണിക്ക് മുമ്പ് കുട്ടികളുടെ കച്ചവടം തീരും. ഇപ്പോൾ ഇനിയിപ്പോൾ 2-3 ആഴ്ചത്തേക്ക് അങ്ങനെ തന്നെയാണ്. നേരത്തെ കച്ചവടം കഴിയും. കാരണം സീസണായതുകൊണ്ട് എല്ലാവരും നാട്ടിൽ നിന്ന് വരുന്നുണ്ട് കുട്ടികളെ എടുക്കാൻ. മേനി വില 16,000 രൂപ ചോദിക്കുന്ന പോത്തുംകുട്ടികളാണ് നിൽക്കുന്നത്. കർണാടക കുട്ടികളാണ്. 16,000 രൂപ മേനി വില ചോദിക്കുന്ന കുട്ടികളാണ് നിൽക്കുന്നത്. ഈ ആഴ്ച നമ്മൾ വാങ്ങിയ കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം. ഏകദേശം ഒരു 50ഓളം കുട്ടി എടുത്തിട്ടുണ്ട്. 50 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. പാലക്കാടും ആലുവയ്ക്കുമാണ് എടുത്തിരിക്കുന്നത്. ഈ 2 മീഡിയം കുട്ടികളെയും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കച്ചവടത്തിനായതുകൊണ്ട് അതിൻ്റെ വില പറയുന്നില്ല. അത്യാവശ്യം കുട്ടികളെ എടുക്കാനുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത വിലയ്ക്ക് കിട്ടിയായിരുന്നു. എല്ലാം നമ്മളിൽ നിന്ന് എടുത്താണ്. 50 പോത്തുംകുട്ടികളെ എടുത്തിട്ടുണ്ട്. എല്ലാം വണ്ടിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്.
എല്ലാം ശ്രമിക്കുകയാണ്. ശ്രമിക്കട്ടെ. ഇവിടെ നമ്മൾ 10 കുട്ടികളെ കിട്ടിയിരുന്നത് വണ്ടിക്കാരെ ഏൽപ്പിച്ച് അവർ വണ്ടിയിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ലാസ്റ്റ് 2 എണ്ണങ്ങളിൽ കൊണ്ടുപോകാൻ വണ്ടിയിലേക്ക് നമ്മൾ 2 വണ്ടിക്കാരായിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുട്ടികളെയാണ് ഈ ആഴ്ച നമ്മൾ എടുത്തിരിക്കുന്നത്. കച്ചവടത്തിനായിട്ട് അതിൻ്റെ വില പറയുന്നില്ല. എല്ലാം ശ്രമിക്കട്ടെ. ഞാനും ചന്തയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു. കാരണം ഇനി കുട്ടികളൊന്നുമില്ല, നല്ല കുട്ടികളൊന്നുമില്ല. ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ട് അവർ കുട്ടികളെ എടുക്കാൻ പറ്റില്ല. അതായത് ഇവിടെ ഒരു പോത്തുംകുട്ടി ഒരു വില പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഏകദേശം കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം വളർത്താൻ പറ്റിയ നല്ലൊരു പോത്തുംകുട്ടി തന്നെയാണ്. 26 രൂപ വരെ ലാസ്റ്റ് എത്തിയിരിക്കുകയാണ്. 26,000 രൂപ വരെ ലാസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. 26,000 രൂപ വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഏകദേശം കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് കച്ചവടം നടക്കാൻ ഒരു 500 രൂപ വരെ വ്യത്യാസത്തിൽ നിൽക്കുകയാണ്. 26,500 വേണമെന്ന് പറയുന്നുണ്ട്. 26,500 രൂപ അത് ലാസ്റ്റ് കിട്ടിയാലേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് കടന്നീളമുള്ള വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു കുട്ടി തന്നെയാണ്. ഇനി വേറെ കുട്ടികളൊന്നുമില്ല, എല്ലാം കച്ചവടമായി. അതൊരു 500 വരെ തർക്കത്തിൽ നിൽക്കുകയാണ്. കൊടുത്തില്ല, അവർ കൊടുക്കൂലെന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അതിൻ്റെ ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. കിടിലം വീഡിയോയുമായിട്ട് കാണാം. ചന്തയിൽ തിരക്ക് വളരെ കുറവാണ്. കന്നുകാലി ഈ ആഴ്ചയും വളരെ കുറവായിരുന്നു. വലിയ കന്നിനൊക്കെ വില കൂടുതലായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയി നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. നമ്മൾ കുട്ടികളെയൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ കുട്ടി വേണ്ടവർ മെസ്സേജ് ചെയ്യുക, നമുക്ക് അടുത്ത ആഴ്ച സെറ്റ് ചെയ്യാം.